ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിന് നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. അതിന് പത്രോസ്, കർത്താവേ, നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഒരു ശാന്തമായ തീരദേശ ഗ്രാമത്തിൽ ഹമുവേൽ എന്ന ദരിദ്രനായ മത്സ്യത്തൊഴിലാളി താമസിച്ചിരുന്നു. ഓരോ ദിവസവും കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ അവൻ തൻ്റെ പഴയ വള്ളവും കീറിയ വലയുമായി മത്സ്യബന്ധനത്തിന് പോകുമായിരുന്നു. പക്ഷേ ഭാഗ്യമൊരിക്കലും അവനെ കടാക്ഷിച്ചിരുന്നില്ല. പല ദിവസങ്ങളിലും അവൻ പട്ടിണിയായിരുന്നു. ഒരു ദിവസം ഹമുവേൽ താൻ സാധാരണ പോകുന്നതിനും അപ്പുറം അപകടകരമായ ഒരു സ്ഥലത്തേക്ക് പോയി വല വീശുന്നതിന് നിശ്ചയിച്ചു. അവിടേക്ക് പോകുന്നതിന് വിലക്കുള്ളതാണ്. എങ്കിലും ഹമുവേൽ പോയി. അവൻ്റെ വിശപ്പ് അവനെ അതിന് പ്രേരിപ്പിച്ചു. പെട്ടെന്ന് തൻ്റെ വള്ളത്തിനടിയിൽ ഒരു വളരെ വലിപ്പമുള്ള ഒരു മത്സ്യത്തെ കണ്ടു. ഹമുവേൽ വലിയ പ്രതീക്ഷയോടെ ധൈര്യപൂർവ്വം വല വീശി. എങ്കിലും ആ വൻ മത്സ്യം വലയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. എന്നാൽ അവൻ്റെ വലയിൽ എന്തോ കുടുങ്ങി. അവൻ ശക്തിയോടെ വല വലിച്ചു കയറ്റി. ഭാരമുള്ള ഒരു ഭാണ്ഡം അതിലുണ്ടായിരുന്നു. അവനത് തുറന്നു നോക്കിയപ്പോൾ ആശ്ചര്യം, അത് നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. ഹമുവേൽ സന്തോഷാധിക്യത്താൽ വിറയ്ക്കുന്ന കരങ്ങളോടെ വീട്ടിലേക്ക് വള്ളം തുഴഞ്ഞു. ഈ ഗ്രാമം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധനികനായി താൻ തീർന്നിരിക്കുന്നു എന്ന് ആത്മഗതം അവൻ ചെയ്തു. അന്നു മുതൽ തൻ്റെ അടുക്കൽ വന്ന എല്ലാ യുവ മത്സ്യത്തൊഴിലാളികളോടും അദ്ദേഹം പറഞ്ഞു, റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ടെങ്കിലും ഭയത്തിന് കീഴ്പ്പെടാതെ ധൈര്യപൂർവ്വം മുൻപോട്ട് പോകുന്നവർക്ക് മാത്രമേ നേട്ടങ്ങൾ കൈവരിക്കാനാവൂ. ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളവരൊക്കെ റിസ്ക് എടുത്തിട്ടുള്ളവരാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ റിസ്ക് എടുത്തിട്ടുള്ള ചിലർ മരണപ്പെടുവാൻ ഇടയായിട്ടുണ്ടായിരിക്കാം. എന്നാൽ റിസ്ക് എടുത്തിട്ടുള്ള അനേകരും വിജയികളായിട്ടുണ്ട് എന്നത് മറക്കരുത്. നേട്ടത്തിനും പരാജയത്തിനും ഇടയിലുള്ള പാലമാണ് റിസ്ക്. അതേപോലെ ദാരിദ്ര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഇടയിലും ഈ പാലം കടക്കുവാൻ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ മറുകരയിലുള്ള നിധി കണ്ടെത്തുവാൻ ഭാഗ്യം സിദ്ധിക്കൂ. റിസ്ക് ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ അഭിവൃദ്ധിയിൽ അസൂയപ്പെടുവാനേ കഴിയും. ഈ പാലം കടക്കുന്നതിൽ നിന്നും നമ്മെ വിലക്കുന്നത് നമ്മുടെ ഭയമാണ്. ഭയത്തിനപ്പുറം ചുവട് വയ്ക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയൂ. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചിട്ടും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അപകടത്തെ ഭയന്ന് ലൈസൻസും പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുവാൻ ധൈര്യപ്പെടാത്ത അനേകരുണ്ട്. എന്നാൽ ധൈര്യപൂർവ്വം ഡ്രൈവിങ്ങിന് തയ്യാറാകുന്നവർക്ക് മാത്രമേ ഭാവിയിൽ ഡ്രൈവ് ചെയ്യുവാൻ കഴിയൂ. റിസ്കിനെ അതിജീവിക്കുവാൻ ധൈര്യമുള്ളവർ ആയിരിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും റിസ്കിനെ ഭയപ്പെടാതെ മുൻപോട്ട് പോകുവാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ധൈര്യപൂർവ്വം മുൻപോട്ട് പോകാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ ആവശ്യമായ മാനസികമായ ധൈര്യം ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകിത്തരണമേ. കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പത്രോസിനെ പോലെ വെള്ളത്തിൻ്റെ മീതെ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രാപ്തരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ അതിനായി ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.